ഹായ് ഹലോ, ഇന്നൊരു സൺഡേ ബ്ലോഗാണ്. നമ്മൾ ഇന്ന് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചിക്കൻ നൂഡിൽസ് ആണ്. പിന്നെ തലേന്ന് നമ്മൾ ചിക്കൻ മേടിച്ച് വെച്ചു. അത് കഴിഞ്ഞ് രാവിലെ ആയപ്പോഴത്തേക്ക് നൂഡിൽസ് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഞാനും അബിക്കുട്ടനെ സൈഷണ്ട് ഒരു 9 മണിയൊക്കെ ആയപ്പോൾ നൂഡിൽസ് കഴിച്ചു. അബിക്കുട്ടൻ്റെ സന്തോഷം കണ്ടില്ലേ, അവന് നൂഡിൽസിനേക്കാൾ ഇഷ്ടം മാഗിയാണ് കേട്ടോ. മാഗി എത്ര വെള്ളം കഴിച്ചോളൂ, നൂഡിൽസ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ അതിലുള്ള ചിക്കനൊക്കെ പറക്കി കഴിക്കും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്കത്തേക്ക് ചിക്കൻ കറിയാക്കി എടുക്കുകയല്ല, അല്ലാതെ നമ്മുടെ വിറകടുപ്പിൽ കിടന്ന് നല്ലവണ്ണം ഡ്രൈ ആക്കി അത് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മൾ നല്ലവണ്ണം ആ കനലിൽ തന്നെ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഗ്യാസ് അടുപ്പിൽ വെക്കുന്നതിനൊക്കെ നല്ല കംഫർട്ട് ഈ ചിക്കൻ ബീഫ് ഒക്കെ വെക്കുന്നത് വിറകടുപ്പിൽ വെക്കുന്നതിലാണ് എനിക്ക് ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വിറകടുപ്പിലാണ് കറി വെച്ചത്. പിന്നെ നമ്മൾ അതിനെ ഒഴിച്ചു കൂട്ടാനായിട്ട് രസം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസവും. പിന്നെ കപ്പ ഉണ്ടായിരുന്നു. കപ്പ നമ്മൾ കുറച്ച് എടുത്തോളൂ, ഞാനും സൈഷേട്ടന് മാത്രമേ കപ്പ കഴിക്കൂ. അബിക്കുട്ടിന് കപ്പ ഇഷ്ടമല്ല. അത് നമ്മൾ കുറച്ച് കടുവറുത്ത് അരപ്പെട്ടു. പിന്നെ കുറച്ചെടുത്ത് നമ്മൾ കപ്പ പുഴുങ്ങുകയും ചെയ്തു. എനിക്ക് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കപ്പ പുഴുങ്ങിയത് തിന്നാൻ വലിയ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ ചോറ് ഇലയിലാണ്, വാഴയിലാണ്. മിക്ക ഞായറാഴ്ചകളിലും ഇങ്ങനെയാണ്, വാഴയിലാണ്. അധികം കറികളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് വാഴയില വെട്ടി ഞാനും സൈഷേട്ടനും അബിക്കുട്ടനുമായിട്ട് നിലത്തിരുന്ന് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോയി കേട്ടോ. വേറൊന്നിനുമല്ല, സൈഷേൻ്റെ മൊബൈൽ ശരിയാക്കാൻ പോയതാണ്. ഈ നിൽക്കുന്ന കാന്താരി അബിക്കുട്ടൻ സൈഷേൻ്റെ മൊബൈൽ തറയിലിട്ടു. അപ്പോൾ അത് ഡിസ്പ്ലേ പോയതല്ല, അത് ബാറ്ററി അത് ലൂസായിപ്പോയി. അപ്പോഴത്തേക്കും അത് ഓഫായി. നമ്മൾ കുറേ ഓൺ ചെയ്യാൻ നോക്കിയിട്ട് മൊബൈൽ ഓൺ ചെയ്തില്ല. അങ്ങനെ കടയിൽ കൊണ്ടുപോയി ശരിയാക്കി കേട്ടോ. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. ഇത് മാർത്താണ്ഡം ജംഗ്ഷനാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് സായനമുള്ള ഈ യാത്രകളൊക്കെ വലിയ ഇഷ്ടമാണ്. പിന്നെ രാത്രിയുള്ള യാത്ര ഇഷ്ടമാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ റെയിൽവേ ഗേറ്റ് കടക്കണം. ഇത് മാർത്താണ്ഡം കുഴുത്തറ റെയിൽവേ സ്റ്റേഷൻ്റെ ഗേറ്റാണ്. അപ്പോൾ അവിടുന്ന് ട്രെയിൻ പാസ് ചെയ്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രെയിനിൽ പോയാൽ ഞങ്ങളുടെ വീട്ടിൽ എത്താം കേട്ടോ, കേരളത്തിൽ. അപ്പോൾ സൈഷനെ കളിയാക്കുന്നുണ്ടായിരുന്നു ഈ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീടിനടുത്തെത്താറായപ്പോൾ നമ്മളൊരു ചായക്കടയിൽ കയറി ചായ കഴിച്ചു. പിന്നെ അതിൻ്റെ കൂടെയുള്ള കടിയും കഴിച്ചു കേട്ടോ. അപ്പോൾ അബിക്കുട്ടന് കേക്കാണ് മേടിച്ചത്, ഞാൻ മോദകമാണ് മേടിച്ചത്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഇങ്ങനെ അടിച്ചു പൊളിച്ചു വീട്ടിലേക്ക് യാത്രയാവാൻ പോകണം. അപ്പോൾ ഞാനും അബിക്കുട്ടനോട് ചായ കഴിച്ചു. സൈഷേട്ടൻ തേയില വെള്ളമാണ് കുടിച്ചത് കേട്ടോ. പിന്നെ രാത്രി ഞാൻ വീട്ടിൽ വന്നിട്ട് ചോറ് കഴിച്ചില്ല. നമ്മുടെ സ്പെഷ്യൽ കപ്പയും ചിക്കനുമാണ് കഴിച്ചത്. നമ്മുടെ കേരളക്കാർക്ക് പ്രധാനപ്പെട്ട ആഹാരമാണല്ലോ കപ്പയും ചിക്കൻ ബീഫ്. അങ്ങനെയുള്ള ഇഷ്ടമില്ലാത്തവർ ആരും കാണില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ സൈഷേട്ടൻ ചോറ് കഴിച്ചു കേട്ടോ. എനിക്ക് ഇതാണ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ രാത്രി ഇതാണ് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നു നിർത്തുന്നു. നിങ്ങൾ മാക്സിമം പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നു നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം രജി. താങ്ക് യു.